നല്ലൊരു ചേനപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിരിഞ്ഞിട്ട് അധികം ആയിട്ടില്ല, ജസ്റ്റ് വിരിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല ചേനപ്പൂവ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് വയ്ക്കാം. ഗൈസ്, ഞങ്ങൾക്കൊരു ചേനപ്പൂവ് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ കുഞ്ഞി ചേനപ്പൂവാണ് ഇപ്പോൾ കിട്ടിയേക്കണേ, ജസ്റ്റ് വിരിഞ്ഞിട്ടുള്ളൂ. സാധാരണ നല്ല വലിപ്പം ഉണ്ടാവാറുണ്ട്, ഈ പ്രാവശ്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല വലിപ്പം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്ര ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമുക്കിത് ഉപ്പേരി വയ്ക്കാം. ഇത് വിരിഞ്ഞ് ജസ്റ്റ് ആകുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ട് സ്മെല്ലായിരിക്കും, ചീഞ്ഞളിഞ്ഞ മണമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല ഫ്രഷാണ്, ജസ്റ്റ് വിരിഞ്ഞിട്ടേ ഉള്ളൂ. പൂവ് കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. നല്ല ബെസ്റ്റ് കളർ കോമ്പിനേഷനാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് കണ്ടോ, നല്ല വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഉള്ളിലേക്കൊക്കെ വരുന്നത്. ഇത് ഈ പൂവും ആ പൂവിൻ്റെ തണ്ട് നല്ല വയലറ്റാണ്. ഇതാ കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെൽവെറ്റ്, നല്ല ഗ്ലൈസിങ് ഉള്ള വെൽവെറ്റ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിത് അരിഞ്ഞ് കറി വയ്ക്കാം. കറി അല്ല, ഉപ്പേരി വയ്ക്കാം കേട്ടോ. വറുത്തരച്ചിട്ടൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ സാധനം. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാവും, അല്ലാത്തവർക്ക് ഇത് ഇഷ്ടമാവില്ല ഇതിൻ്റെ ടേസ്റ്റ്. എനിക്കിത് ഇഷ്ടമാണ്, എനിക്ക് അച്ചയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചേനപ്പൂവ്. അപ്പം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം ചെറുതാക്കി. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഡാർക്ക് വയലറ്റാണ്. വയലറ്റ് അല്ലേ, എന്താ പറയുക, ഗ്രേപ്പ് കളർ, നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കളർ കോമ്പിനേഷനാണ്. നോക്കിക്കേ, കാണാത്തവർക്കായിട്ടാണ് കേട്ടോ. ഞാനത് കഴുകിയപ്പോൾ അതിൻ്റെ ആ തണ്ടിലുള്ള ആ വെൽവെറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇതേന ഇതിൻ്റെ തണ്ടിലൊക്കെ വെൽവെറ്റ് പോലെ ഉണ്ടാവും. അതിപ്പോൾ കഴുകിയപ്പോൾ പോയിട്ടോ. ഈ കാണുന്ന വെൽവെറ്റ് പോലെ ഇതുപോലെ ലൈസിങ് ഉള്ളത് ഇതിലുണ്ടാവേ, പക്ഷെ അതൊക്കെ പോയി. അപ്പോൾ നമുക്കിത് ഒന്ന് ഉപ്പേരി വയ്ക്കാം. അപ്പോൾ അതാ ആ ഒരു എതള് പോലെയുള്ള ഭാഗം എടുത്ത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായി ചെറുതാക്കി അരിയണം കേട്ടോ. എന്തായിട്ട് കളർ, അയ്യോ എന്ത് ഭംഗിയുള്ള കളറാണ്, നോക്കിക്കേ, രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കൊത്തി അരിയാട്ടോ, കൊത്തി അരിഞ്ഞിട്ട് വെക്കുക, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ക്യാബേജൊക്കെ കൊത്തി അരിഞ്ഞ് വെക്കില്ല നമ്മളതുപോലെ. ഇതിൻ്റെ ഉള്ളിലത്തെ ആ പൂവ് അരിയുമ്പോൾ ഇങ്ങനെ വരുന്നത്, അതെ ഉള്ളിൽ നല്ല പഞ്ഞ് പോലെയാണ് കേട്ടോ. അതാ നല്ല സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമുക്ക്. പിങ്ക് കളർ കേട്ടോ, ലൈറ്റ് ബേബി പിങ്കും അല്ല, ചന്ദന കളറല്ല, ഒരു പ്രത്യേക കളർ, ചന്ദന കളറല്ല പിങ്കും അല്ലാത്തൊരു കളറ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് എടുക്കും കേട്ടോ. ഇതുവരെ അതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞി കേട്ടോ, നല്ല പഞ്ഞി പോലെയാണ്. നമ്മളത് കംപ്ലീറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ എന്നും വെക്കുന്ന പോലെ എന്താ പറയുക, ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകൊക്കെ വാട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം, വറുത്തരച്ച് വയ്ക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, ചിക്കൻ മസാല അല്ലെങ്കിൽ എന്തെങ്കിലും മസാല ജസ്റ്റ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ, മണം ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിക്കൻ മസാല അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വെറൈറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇത് ചിലവർക്ക് ചൊറിയും കേട്ടോ, അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അരിയുമ്പോൾ തന്നെ ചൊറിയും. പക്ഷെ കഴിക്കുമ്പോൾ അങ്ങനെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല, അരിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിയും കേട്ടോ അലർജിയൊക്കെ ഉള്ളവർക്ക്. അതായത് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലർജി ഉണ്ടാവില്ലേ, പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും മണം, ഇതൊക്കെ ചിലർക്ക് അലർജി ആയിരിക്കും, അപ്പോൾ അവർക്ക് ചൊറിയും. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സവോള, കുറച്ച് മല്ലിപ്പൊടി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. സമയത്ത് എന്താ പറയുക, മസാല, അതായത് ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണം എന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇതിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ ഞാൻ ഇതിലിപ്പോൾ മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പച്ചമുളകിന് പകരം വറ്റൽമുളക് ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വെറൈറ്റി. അപ്പോൾ ദേ ആ വറുത്ത പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച്. നോക്കിക്കേ, എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളറ്. ശരി, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം.
പാൻ ചൂടാക്കാം, അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. സബോള വഴറ്റാനായിട്ട് ഇടുക. സബോള അല്ലെങ്കിൽ ഉള്ളിക്കാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഉപ്പേരികളും തോരനൊക്കെ വെക്കുമ്പോൾ ഉള്ളിയാണ് ഇടുക. ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ എനിക്ക് അത് അരിയാനുള്ള മടി കാരണം ഞാൻ സബോള അരിഞ്ഞിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഓവറായാലും മഞ്ഞൾപ്പൊടിയിൽ കുത്തടിക്കും കേട്ടോ. അപ്പോൾ അത്ര വേണ്ട, കുറച്ചിട്ടാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, സബോള ഒന്ന് വഴണ്ട് വരാൻ ഇറക്കാം. അതിലേക്ക് ചേനപ്പൂവ് കൂടി ഇടുക. ചേനപ്പൂ അരിഞ്ഞത് കൂടി ഇടുക. അതിന് മുന്നേ ഞാൻ ഇടാൻ ഒരു കാര്യം മറന്നു പോയി കേട്ടോ. വറ്റൽമുളക് ഇടണ്ടേ, അല്ലെങ്കിൽ പച്ചമുളക് ഇടണം വഴറ്റുമ്പോൾ. പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി. ഞാനിപ്പോൾ വറ്റൽമുളക് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പച്ചമുളകായിരുന്നു ഇട്ടത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാം. ഓക്കെ, വാടിയ മണം വന്ന് തട്ട് ഒന്ന് ഇളക്കാം കേട്ടോ. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഇതിന് അടി പിടിക്കുക, കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ലല്ലോ. ഇടയ്ക്ക് മൂടി തുറന്ന് നന്നായി ഇളക്കി തട്ടിപ്പൊട്ടി ഇതുപോലെ വയ്ക്കുക. ഇതൊക്കെ അങ്ങോട്ട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ചേനപ്പൂവൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അതുപോലെ മാർക്കറ്റിൽ പോയാലും നമുക്ക് അപൂർവമായിട്ട് കിട്ടുള്ളൂ, അല്ലാതെ എന്നും കിട്ടുന്ന ഐറ്റംസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി അവനാൻ ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിക്കണം. അപ്പോൾ അതിലൊരു റെസിപ്പി ഇതിരുന്നോട്ടെ കേട്ടോ. ഈ ഐറ്റംസ് ഒന്നും അതിന് ചിലർക്കൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, ഈ ചേനപ്പൂവ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കൊന്നും അധികം താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ എനിക്കും അച്ഛനും ഇങ്ങനെയുള്ള ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. വാഴക്കൊപ്പര, ഉണ്ണിത്തണ്ടൊക്കെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, വാഴക്കൊപ്പര ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ എനിക്ക് അച്ഛനൊക്കെ ഇഷ്ടം കൂടുതൽ. ഏകദേശം അതായിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പാകമാണെന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ മല്ലിപ്പൊടി വറുത്തിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തിട്ട്, അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മസാല, ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുന്ന പോലെ, എന്നിട്ട് ഇങ്ങനെ സബോള ഇട്ട് വഴറ്റിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ സാധനം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ടേസ്റ്റായിട്ട് തോന്നത്തുള്ളൂ, അല്ലാത്തവർക്ക് ഇതെന്താ എന്ന് തോന്നും. അത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ. ചേനപ്പൂവിനും പിന്നെ ഒരു മണമുണ്ടല്ലോ, ഫ്രഷായിരിക്കുന്ന കറി വയ്ക്കുമ്പോഴുള്ള മണമല്ല, അത് അളിഞ്ഞ് കഴിയുമ്പോഴുള്ള മണം കേട്ടോ. അളിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അയലത്ത് ആൾ നിൽക്കില്ല, അത്രയും പൊട്ട മണമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ വാടി വരുന്ന മണം ഉണ്ടല്ലോ, നല്ല കൂണൊക്കെ നമുക്ക് വാടി വരുന്നൊരു മണമല്ലേ, അതുമായിട്ട് മാച്ചിങ് ഉള്ളൊരു മണം. പിന്നെ കുറച്ച് വെള്ളം തെളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ അത് കുഴകുഴാന്നായി പോകും. വെള്ളം ചെറുതായിട്ടൊന്ന് തെളിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം വേണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചൊറിച്ചിൽ തോന്നുകയാണെങ്കിൽ, കാരണം ചേനയാണ് ഇനി ചൊറിയുമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വിനാഗിരി ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ തിന്ന് നോക്കിയിട്ട് ചൊറിച്ചിലൊന്നുമില്ല, അതുകൊണ്ട് കഴിക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും ചേരൂല കേട്ടോ ചേനപ്പൂവ്. ചിലർക്ക് നാവ് ചൊറിയും, ചേന തിന്നുമ്പോൾ തന്നെ നാവ് ചൊറിയും. അതുപോലെ ചിലർക്ക് പൈനാപ്പിൾ തിന്നുമ്പോൾ നാവ് ചൊറിയത്തില്ലേ, നാവിലത്തെ തൊലി പൂവും ചൊറിയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ചേരണമെന്നില്ല. അപ്പോൾ ഇനി പിന്നെ ചൊറിയോ എന്നൊക്കെ ടെൻഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിത് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയുക. അപ്പോൾ ചൊറിച്ചിൽ ഉണ്ടാവില്ല കേട്ടോ. അതൊരു ടിപ്പാണ്. പിന്നെ ചൊറിയും എന്ന് തോന്നുന്നവർ, അതായത് ചേനയും പൈനാപ്പിളൊക്കെ തിന്നാൻ അവർക്ക് ചൊറിയുന്നുള്ളവർ പിന്നെ തിന്നാൻ നിൽക്കണ്ട കേട്ടോ, അരിയാനും നിൽക്കരുതേ. അരിയുമ്പോൾ എന്തെങ്കിലും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അരിയുക, അങ്ങനെയുള്ളവർ, പേടിയുള്ളവർ.
നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇടാതെ നേരത്തെ കണ്ട പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഇട്ടിട്ട് വേറൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കണേ, ടേസ്റ്റിയാണ്. നമ്മൾ ചീനപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കഴിച്ച്